ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ സ്കിൻ കെയർ പിന്നെ വെയിറ്റ് ഗെയിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിക്ക് റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു Q&A സെക്ഷൻ ആയിട്ടിട്ടുണ്ടായിരുന്നു. എഗെയിൻ സ്കിൻ കെയറിനെ പറ്റി തന്നെ ആയിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിന് ജസ്റ്റ് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറച്ച് പിക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഓക്കെ, കുറേ പേര് പറഞ്ഞ പോലെ സ്കിൻ കെയർ റൂട്ടീൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചോദിച്ചേക്കണത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് മോയ്സ്ചറൈസർ ഏതാണ് ഞാൻ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ ഏതാണെന്നാണ് ചോദിച്ചേക്കണത്. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ മാമാർത്തിൻ്റെ വിറ്റമിൻ C മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഈ മാമാർത്ത് വലിയ കുഴപ്പമില്ല എന്നാണ് കേട്ടത്. നമുക്ക് എന്താണ് പ്രഗ്നൻ്റ് ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് മാമാർത്ത്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യണത് മോയ്സ്ചറൈസറായിട്ട്. ഓക്കെ, ഇത് ചോദിച്ചേക്കുന്ന സൺസ്ക്രീന് ഫോക്സ്ടെയിലിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. ഇത് അത്യാവശ്യം നല്ല സൺസ്ക്രീനാണ് കേട്ടോ. എന്താ പറയുക, അത്യാവശ്യം നല്ല സൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. SPF 50 ആണ്. നല്ല സൺസ്ക്രീനാണ്, എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടമായതാണ്. വിറ്റമിൻ C+ നയാസിനമൈഡ് ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വന്നേക്കുന്നത്. നല്ല അടിപൊളി സൺസ്ക്രീനാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ. ഓക്കെ, പിന്നെ ലിപ് ബാം ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അഫോർഡബിൾ, ഏകദേശം അഫോർഡബിൾ ആയിട്ടുള്ള ലിപ് ബാം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ടിൻ്റെ ലിപ് ബാം അങ്ങനെ അത്ര ഞാൻ പ്രിഫർ ചെയ്യാനില്ല. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞത് ഇത്. പിന്നെ വാസ്ലിൻ്റെ ലിപ് ബാം, ഇത് അത്യാവശ്യം നല്ലതാണ്. ഇത് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുന്നത്. എൻ്റെ ലിപ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഡ്രൈ ലിപ്സ് ഉള്ളവർക്ക് അത്യാവശ്യം നല്ലതാണ് ഈ ലിപ് ബാം. അപ്പം ഞാൻ ലിപ് ബാമായിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് വാസ്ലിൻ്റെ. മറ്റേത് ചിലപ്പോൾ കാണാണ്ടാവുമ്പോൾ ഞാൻ അതെടുത്ത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഡിഡ് യു ടു ഗ്ലൂട്ടത്തയോൺ? ഗ്ലൂട്ടത്തയോൺ ഞാൻ എടുത്തിട്ടില്ല. സംഭവം അതിനെപ്പറ്റി ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ താല്പര്യമില്ല സംഭവം ചെയ്യണമെന്ന്. എനിക്ക് തീരെ താല്പര്യമില്ല. നല്ലതാണോ ഇല്ലയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തോണ്ടേ ഇരിക്കണമെന്ന് തോന്നണം. പെർമനൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ 1-2 ഡോസ് എടുത്താലും പിന്നെയും നമുക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം തോന്നണം. എനിക്ക് അല്ലാണ്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ എടുത്തിട്ടില്ല. ഹൗ യുവർ സ്കിൻ ഈസ് ലുക്കിംഗ് വെരി ഗ്ലാസി. അത് തന്നെ നമ്മൾ ചെയ്യണത് കൃത്യമായിട്ട് റൂട്ടീനായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്താൽ മതി. പക്ഷെ ഇപ്പോൾ എൻ്റെ സ്കിൻ കെയറൊക്കെ അതിനെ വഴി പറയാം വല്ലാണ്ട് ചെയ്യലില്ല. എങ്ങനെയെങ്കിലൊക്കെ മോൻ കഴിക്കാൻ കിടന്നുറങ്ങുക, അങ്ങനെയാണ്. ഇപ്പോൾ മടിയാണ്. പ്രഗ്നൻ്റ് ആയപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവില്ല. എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കിടന്നാൽ മതി, അങ്ങനത്തെ ഒരു ചിന്തയാണ്. അതിപ്പോൾ കാര്യമായിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഫുൾ ബോഡി സ്കിൻ ടോൺ എങ്ങനെയാണ് ചേഞ്ച് ആവുന്ന? അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയർ റൂട്ടീൻ എന്തായിക്കോട്ടെ നമ്മളത് റൂട്ടീനായിട്ട് ചെയ്യുക. ബോഡി പാക്സ് ഇടുക, നാച്ചുറൽ ആയിട്ടുള്ള ബോഡി പാക്സ്. മഞ്ഞളൊക്കെ നല്ലതാണ്. എല്ലാ പാക്സിലും മഞ്ഞൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ടിപ്സ് പ്ലീസ്. ബ്രൈഡൽ ആവാൻ നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നത് 3-4 മാസം മുമ്പ് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് വളരെ നല്ലതായിരിക്കും. സ്കിൻ കെയറും ഡയറ്റും കാര്യങ്ങളൊക്കെ 3-4 മാസം മുമ്പേ നിങ്ങൾ തുടങ്ങി വെക്കുക. അപ്പോൾ ആ സമയമാകുമ്പോൾ നല്ല അത്യാവശ്യം ഗ്ലോവും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യണമെങ്കിൽ കല്യാണത്തിന് 1 മാസം മുമ്പ് ജസ്റ്റ് ട്രയൽ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും ചെയ്ത് നമുക്ക് പറ്റാത്ത പണി കിട്ടിയാൽ അതും കുറച്ച് സീനാകും.
അപ്പോൾ ബ്രൈഡൽ ആവാൻ പോണവർ ഒരു 3-4 മാസം മുമ്പ് തന്നെ നിങ്ങൾ സ്കിൻ കെയറും ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ. പിന്നെ ഏജ് 26. ഡാർക്ക് സർക്കിൾസ് പോവാൻ ഞാൻ പ്രത്യേകിച്ച് എന്താ പറയുക, അണ്ടർ ഐ ക്രീമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഒരുപാട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അണ്ടർ ഐ ക്രീമും കാര്യങ്ങളും. അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പോലും എനിക്കറിയില്ല ഏതാണ് നല്ലത്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഹോം റെമഡിയിൽ പറയണമെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ കോഫി ഇല്ലേ അതും, പിന്നെ ഇച്ചിരി ടൊമാറ്റോ പൊട്ടാറ്റോ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. പിന്നെ അധികം ചോദിച്ചേക്കുന്നത് ഇതൊക്കെ തന്നെ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം, ഇതൊക്കെ തന്നെയാണ് കൂടുതലും ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഓക്കെ അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു. പിന്നെ ഞാൻ നൈറ്റിൽ ഇപ്പോൾ യൂസ് ചെയ്യണത് ഈ ഒരു ക്രീമാണ്, ഉമ്മീസ് നാച്ചുറൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ക്രീമാണ് ഞാൻ രാത്രി അപ്ലൈ ചെയ്യുന്നത്. ഒരു കുങ്കുമാതി ക്രീമാണ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി നാച്ചുറലാണ്, നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എനിക്കിത് എഫക്റ്റീവാണ് കേട്ടോ. കാരണം പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കലുള്ള ഇതൊന്നും യൂസ് ചെയ്യരുത്, ഫേസിലൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ ഞാനിപ്പോൾ നൈറ്റിൽ യൂസ് ചെയ്യുന്ന ക്രീം ഉമ്മീസ് നാച്ചുറലിൻ്റെ ആണ്. ഓക്കെ. പിന്നെ ചോദിച്ചേക്കുന്നത് ഫേസ് വാഷ് ഏതാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് ന്യൂട്രിജീനയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലതാണ്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ജെൻറ്റിലാണ്, അധികം ഹാർഷ് കെമിക്കലൊന്നുമില്ല. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബോഡിയിൽ ക്രീം ഏതാണ് യൂസ് ചെയ്യുന്നത്, ഹാൻഡ് ക്രീം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് മെയിൻലി ബോഡി ലോഷൻസാണ്. ബോഡി ലോഷൻസ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എം കഫേയുടെ പെർഫ്യൂംഡ് ബോഡി ലോഷനാണ്. അത്യാവശ്യം നല്ല സ്മെല്ലാണ്. സ്മെല്ലുള്ളതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സ്മെല്ലില്ലാത്തതായിരിക്കും നല്ലത്. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ ഇതാണ്, എം കഫേയുടെയാണ്. പിന്നെ ബോഡി വാഷായിട്ട് യൂസ് ചെയ്യുന്നത്, ഞാൻ സോപ്പ് യൂസ് ചെയ്യാറില്ല, ബോഡി വാഷാണ് അധികം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് കെമിസ്റ്റ് പ്ലേയുടെ ബോഡി വാഷാണ്. ഇത് ബ്രൈറ്റനിങ് ബോഡി വാഷാണ്. അത്യാവശ്യം നല്ലതാണ്. മെയിനായിട്ട് സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മെല്ലുള്ള എന്താ പറയുക, ക്രീമായാലും ലോഷനായാലും നല്ല സ്മെല്ലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് നല്ല അടാർ സ്മെല്ലാണ് ഇതിന്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് ഇതാണ്. അയ്യോ ലീക്കായി അവിടെ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സും മെയിൻലി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ കറൻ്റ്ലി റൂട്ടീനായിട്ട് ഒന്നും ചെയ്യണില്ല. മെയിൻലി മടിയാണ്. പ്രഗ്നൻറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ സ്കിൻ കെയർ നോക്കാൻ ഭയങ്കര എല്ലാവർക്കും മനസ്സിലാവും. എന്താ പറയുക, പ്രഗ്നൻ്റ് ആയവർക്ക് മനസ്സിലാവും നമുക്ക് എങ്ങനെയെങ്കിലും കിടന്നാൽ മതി അങ്ങനത്തെ ഒരു ഇതൊക്കെ. നമുക്ക് സ്കിന്നൊന്നും നമ്മൾ കെയർ ചെയ്യില്ല. ഇപ്പോൾ ക്രീമൊക്കെ ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ചതാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ വാങ്ങിച്ച ക്രീമാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതങ്ങനെയുണ്ട്, 9 മാസമാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല ഇത്. അപ്പോൾ എത്രത്തോളം യൂസ് ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷെ നല്ലതാണ് കേട്ടോ, നല്ല ക്രീമാണ്. എന്തെങ്കിലും നമുക്കൊന്ന് യൂസ് ചെയ്യണമല്ലോ നാച്ചുറലായിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമായ സംഭവം. തീരുമ്പോൾ ഒന്നും കൂടെ വാങ്ങാം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ചും ചോദിച്ചേക്കണത് ഇതൊക്കെ തന്നെ ഉള്ളൂ. സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ഡാർക്ക് സർക്കിൾസിന് അതൊക്കെ തന്നെയാണ് അധികം ചോദിച്ചേക്കണത്. വേറെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ബ്രൈറ്റനിങ് ക്രീംസ് ഏതാ, അങ്ങനെയൊക്കെയാണ് അധികം ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. പിന്നെ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്, ഹൗ ടു റിമൂവ് ഹാൻഡ് ആൻഡ് ലെഗ് ടാനിങ് ഇഷ്യൂസ്. ടാനിങ് മാറാനായിട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത് നല്ല മറ്റേ കടലപ്പൊടിയൊക്കെ നല്ലതാണ്. കടലപ്പൊടി, തൈര്, മഞ്ഞൾ, ഇത് മൂന്നും അടിപൊളി സംഭവം, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ചെറുപയർ പൊടി, മഞ്ഞൾ ഇത് അരച്ചിട്ട് നമുക്ക് കാലും കയ്യിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക. നല്ല രീതിക്ക് ടാൻ പോകും. ടാൻ പോകണമെങ്കിൽ തൈര് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. തൈര് നിങ്ങൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യണം. ചിലർക്ക് തൈര് അലർജി ആയിരിക്കും, അപ്പോൾ അതനുസരിച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കാണിക്കുക ഇത്ത. ഓൾറെഡി ഞാൻ
കാണിച്ചിട്ടുണ്ട്. ലവ് യുവർ പ്രസൻറ്റേഷൻ, കീപ് ഗോയിങ്, താങ്ക് യു. അപ്പോൾ അത്രേ ഉള്ളൂ. ഫേസ് പാക്ക് കറക്റ്റായിട്ട് പറയുമോ, ഇൻഗ്രീഡിയൻസ് പിന്നെ എങ്ങനെയാണ് സ്കിൻ ടോ ഇങ്ങനെ ഇമ്പ്രൂവ് ആക്കി. കറക്റ്റായിട്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞേക്കണം. അത്രയും തന്നെ ആ ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. വേണമെങ്കിൽ എല്ലാം അരിപ്പൊടി, എന്താ പറയുക, തൈര്, മഞ്ഞൾ, പിന്നെ മുൾട്ടാനിമിട്ടി, ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യലാണ്. അപ്പോൾ കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഇത് തന്നെ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് മഞ്ഞളും പിന്നെ എന്താ പറയുക റോസ് വാട്ടർ വേണമെങ്കിൽ മിക്സ് ചെയ്യാം, മിൽക്കിൽ തൈരിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഫുൾ ബോഡി പാക്കായിട്ട് യൂസ് ചെയ്യാം. അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ ടാനിങ് നമ്മളെ സ്കിന്ന് എല്ലാം ഈവൺ ടോണായിട്ട് മാറും. യൂസ് ചെയ്ത ഹോം റെമഡി പറയുമോ, പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ട്രാൻസ്ഫോർമേഷൻ പിക്ക് ഇടോ ഓൾഡ് ആൻഡ് ന്യൂ ഷോർട്ട്സ് ആയിട്ട്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഇല്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. സഫ്ന ബിന്ത് സാധിക്കുന്നതാണ്, അതിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എൻ്റെ ഓൾഡും ന്യൂ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഫേഷ്യൽ വെയിൻസ് എങ്ങനെ റിമൂവ് ചെയ്തു. വെയിൻസ് അതായത് വെയിൻസ് തന്നെ എന്താണ് ഉദ്ദേശിച്ചേക്കണമെന്ന് അറിയില്ല. വെയിൻസ് വരണമെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയുക നരമ്പൊക്കെ തെളിഞ്ഞ് കാണുന്നത്. അത് എന്താണ് റിമൂവ് ചെയ്തതല്ല, അത് നിർത്തി, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. അപ്പോൾ അതൊക്കെ പോയി, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ക്രീംസ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, എന്തിനാ കള്ളം പറയുന്നതെന്ന് ആരാണ് ആലോചിച്ചേക്കണത്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് കംപ്ലീറ്റ്ലി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് എന്തിട്ടാലും ചേഞ്ച് വരില്ല, എപ്പോഴും ഒരു ഡല്ലാണ് ഫേസ്. തൻ്റെ ഫേസ്ബുക്കിൽ അതേപോലെ. ഓക്കെ, അത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മതി, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഫേഷ്യൽ ഹെയർസ് പിന്നെ വന്നിരുന്നോ. ഫേഷ്യൽ ഹെയർസ് അന്ന് കുറേ ഉണ്ടായിരുന്നു, മറ്റേ മൈന്യൂട്ടായിട്ടുള്ളത് ഒരുപാട് വന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല പച്ചപ്പങ്ങയും പിന്നെ അത് മഞ്ഞളും കൂടെ അരച്ച് തേച്ചപ്പോൾ നല്ല രീതിക്ക് പോയി. അത് കുറഞ്ഞു, അത്രയും ഉണ്ടായത് കുറഞ്ഞു എന്ന് പറയാൻ പറ്റും. ഫുള്ള് കംപ്ലീറ്റ്ലി പോയിട്ടില്ല, കുറഞ്ഞു, നല്ല രീതിക്ക് കുറഞ്ഞു. പിന്നെ കംപ്ലീറ്റ്ലി പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക പെർമനൻ്റ് ആയിട്ട് പോകണമെങ്കിൽ ഭയങ്കര ലേസർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, അങ്ങനെ ചെയ്യാം. വാക്സിനൊക്കെ നിങ്ങൾ സ്കിന്നിന് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം വാക്സിൻ ചെയ്താൽ മതി. നൈസ് വീഡിയോ, കീപ് ഗോയിങ്, താങ്ക് യു. ഫുൾ ബോഡി കളറൊക്കെ എന്താ ചെയ്തത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റിസൾട്ട്സ് കിട്ടിയിട്ടുള്ള ഫേസ് പാക്ക് പറയുമോ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡെയിലി ഫേസിൽ പാക്ക് ഇടാറുണ്ടോ. ഇല്ല, ഡെയിലി ഇടാൻ പാടില്ല. കാരണം നമ്മൾ ഡെയിലി ഇടാം, പക്ഷേ വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ അലോവേറ ജെല്ല്, കോഫി, മിൽക്ക്, അത് അത്യാവശ്യം എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മൾ സ്കിന്ന് ഒരുപാട് വലിയൂല. അങ്ങനത്തെയൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അല്ലാണ്ട് വലിയണ ടൈപ്പില്ലേ മുൾട്ടാണിമിറ്റൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വലിയും. അങ്ങനത്തെ പാക്കുകളൊന്നും ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക. വീക്ക്ലി 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുക, കുഴപ്പമില്ല. ജെനുവിൻ പ്രോഡക്റ്റ്സ് മെൻഷൻ ചെയ്താൽ നന്നായിരുന്നു. ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജെനുവിന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കമൻസ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്ന് വിശ്വസിക്കാൻ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ എന്താണ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറ്റാവുന്നതിലൊക്കെ റിപ്ലൈ തരാം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.